രാവിലത്തെ കാപ്പിയുടെ വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഓവർ എക്സൈറ്റ്മെൻറ്റ് കൂടിപ്പോയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നുപോയി കേട്ടോ. എന്നാലും രാവിലെ കഞ്ഞിയും മീൻകറിയും തോരനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിനി ഒരു സ്ഥലം വരെ പോവാം കേട്ടോ. എവിടെയാണെന്നല്ലേ, എൻ്റെ സ്വന്തം വീട്ടിലോട്ട് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ വീട്ടിൽ പോകുന്ന ദിവസം എന്നാലും ചടപടാന്ന് പണി തീർക്കും കേട്ടോ. ഇവിടെ നിന്നെങ്കിലും ഒരു എനർജി കിട്ടും. അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാ പരിപാടിയും തീർക്കും കേട്ടോ. ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ ഒരു വിസിറ്റ് എപ്പോഴും ഉള്ള കേട്ടോ. 2 ദിവസം അവിടെ പോയി അമ്മേനെ ഒന്നും മുടിപ്പിക്കാതെ നമുക്ക് എന്തായാലും ഒരു സമാധാനം കിട്ടത്തില്ല കേട്ടോ. എന്നാലും രാവിലെ കുറേ സൺസ്ക്രീനൊക്കെ വാരത്തിച്ച്, ഭയങ്കര വെയിലല്ലേ, ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഒരുങ്ങി തീർന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്നെ കൊണ്ട് അതിരമ്പുഴ വരെ വിടാമെന്ന് പറഞ്ഞു കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തു. ഈ മുടിയൊന്നും ശരിയാക്കാനാട്ടോ എനിക്ക് ഏറെ പണി. കാരണം ജന്മനാ നല്ല ചുരുണ്ട മുടിയായതുകൊണ്ട് ഒരു വിധത്തിലാട്ടോ ഞാനിതൊക്കെ ഒന്ന് നേരെയാക്കി എടുത്തത്. കാരണം ചുരുണ്ട മുടി ഒതുക്കി കെട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് ഹെഡ്ലൈറ്റൊക്കെ കുത്തിയിട്ടുണ്ട്. ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴാട്ടോ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു സാധനം വന്നത്. വേറൊന്നുമല്ല കേട്ടോ, കണി വെക്കാൻ പറ്റിയ നല്ലൊരു വാൽക്കണ്ണാടിയാണ്. എന്തായാലും അത്യാവശ്യം നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി കേട്ടോ. പോകുന്ന വഴിക്ക് ഞാൻ പിന്നെ കൊച്ചിനോണ്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചേക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ കൊച്ചിനത് മറന്നു പോകും. അപ്പോൾ അതൊന്ന് ഓർമ്മിപ്പിച്ച് ഞങ്ങൾ നേരെ പോയിട്ടോ. അങ്ങനെ അതിരമ്പുഴന്ന് ബസ് കയറി ഞങ്ങൾ നേരെ SH മെഡിക്കൽ സെൻ്ററിലോട്ടാണ് പോയിട്ടോ. അവിടെ അമ്മേനെ ഒന്ന് ചെക്കപ്പിനുമായിട്ട് അമ്മയും അവനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഓരോ കേക്കും നാരങ്ങകളൊക്കെ കുടിച്ച്, ഭയങ്കര ചൂടല്ലേ, ഓടി വന്ന് ഞങ്ങൾ ഓട്ടോയിലാട്ടോ പോയത്. ഓട്ടോയിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇല്ലിക്കലൊന്നും ഇറങ്ങി കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ കറി വെക്കാൻ വാങ്ങിക്കണമല്ലോ. ഞാൻ വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കാണുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ മീൻ മേടിക്കാമല്ലോ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് ഓർത്ത് ഇറങ്ങി. പക്ഷേ മീനൊക്കെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ. കരിമീനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു 700 രൂപയാണ്. കേട്ടപ്പോൾ തന്നെ കണ്ണുകളെ, അതുകൊണ്ട് ഞങ്ങളത് വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ അവനോട് പറഞ്ഞ്, ഇത് ഞണ്ട കേട്ടോ, ഞണ്ടെന്ന് സൂപ്പർ ഞണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ABCD പോലും എനിക്കറിയത്തില്ല, എങ്ങനെയാണ് കറി വെക്കേണ്ടതെന്ന് അറിയില്ല. അതിന് അതേപോലെ തന്നെ അവിടെ വെച്ച് കേട്ടോ. കരിമീനൊക്കെ ഞാൻ എടുത്ത് ചോദിച്ചിട്ട്, എടാ ഇത് എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു അവിടെ വെച്ച് എന്ന് പറഞ്ഞാൽ അവൾ എന്നെ കണ്ണൂരിട്ട് കാണിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ 1 കിലോ ബീഫൊക്കെ മേടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ പോകുന്നു കേട്ടോ. എന്തായാലും വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറിയപ്പോൾ തന്നെ കേട്ടോ ഒരു ആശ്വാസം. ഇതിൻ്റെ മുറിയാണ് കേട്ടോ. ഞാൻ ഇവിടെയായിരുന്നു പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മളൊരു കൊച്ചുകുട്ടിയല്ലേ. അപ്പോൾ ഇനി ഇവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.